ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വെൽക്കം ടു മൈ ചാനൽ. ഫസ്റ്റ് ഓഫ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ എൻ്റെ വ്ളോഗ്സ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ. നിങ്ങളെ ലൈക്കും സപ്പോർട്ടൊക്കെ കണ്ടാലേ നമുക്ക് കുറേ വീഡിയോസ് ഒക്കെ ഇടാനുള്ള ഒരു ഇൻസ്പിറേഷൻ ആവും. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോ ഒക്കെ പോയാലോ. ഈ ഒരു വ്ളോഗ് എൻ്റെ പെരുന്നാൾ മുതലുള്ള ഒരു ഡേയ്സ് ഇൻ മൈ ലൈഫ് വ്ളോഗ് ആണ് കേട്ടോ. എൻ്റെ പെരുന്നാൾ വ്ളോഗിന് ഇത്ര ഡിലേ ആയതിൽ ഐ എം റിയലി സോറി. കാരണം ഈ ഒരു വ്ളോഗ് ഞാൻ പെരുന്നാളിൻ്റെ ടൈമിൽ തന്നെ 3-4 വട്ടം അപ്ലോഡ് ചെയ്തിട്ടും യൂട്യൂബ് തന്നെ വന്ന് ഡിലീറ്റ് ആക്കി കളയായിരുന്നു. അങ്ങനെ ഒരു സ്ട്രൈക്ക് ഒക്കെ കിട്ടി ബാനായിട്ട് 1.5 ആഴ്ച ലോക്കായി കിടന്നു. പിന്നെ ഇതിന്റെ വ്ളോഗ് ഇടണ്ടാന്ന് കരുതിയതാ, പക്ഷെ വ്ളോഗ് എടുത്ത സ്ഥിതിക്ക് ഇട്ടേക്കാന്ന് കരുതി. അപ്പൊ പിന്നെ എന്റെ 1-2 ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ കൂട്ടിച്ചേർത്ത് ഒരു വ്ളോഗ് ആക്കിയിടാന്ന് കരുതി. എന്നാ പിന്നെ വീഡിയോ ഒക്കെ അങ്ങ് പോയാലോ. ഈ പ്രാവശ്യത്തെ പെരുന്നാള് ഞാൻ എന്റെ വീട്ടിലാണ് കേട്ടോ സെലിബ്രേറ്റ് ചെയ്തത്. ഞാൻ മാത്രല്ല എന്റെ താത്തയും ഈ പ്രാവശ്യം ഇവിടെ തന്നെയാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത്. അപ്പൊ ഇതാ തലേ ദിവസം അറഫ നോമ്പ് ആയതുകൊണ്ട് തന്നെ നോമ്പ് തുറക്കാനുള്ള ഐറ്റംസ് ഒക്കെ റെഡി ആക്കിയിട്ടിരിക്കുകയാണ്. അങ്ങനെ നോമ്പൊക്കെ തുറന്ന് റാഹത്തായിട്ട് തന്നെ പെരുന്നാൾ ഞങ്ങൾ സ്റ്റാർട്ടാക്കി. ആരോ അങ്ങനെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് ഈദിനില്ലേ ഔട്ട്ഫിറ്റ് സെറ്റ് ആക്കുന്ന തിരക്കിലാണ് നമ്മുടെ ഫെബി. ഇനി നമുക്ക് ഈദ് ഡേ മോർണിംഗിൽ കാണാം. രാവിലെ തന്നെ കുളിച്ചിറങ്ങി സുന്ദര കുട്ടപ്പനായിട്ട് ഈദ്ഗാവിന് പോവാൻ നിൽക്കുകയാണ് നമ്മുടെ ലൈക്കുട്ടന്. ഞങ്ങൾക്ക് ഈദ്ഗാവ് മഞ്ചേരി VPR അവിടെ 7:30 നിസ്കാരം തുടങ്ങും. എന്നാൽ ഞങ്ങൾ ഈദ്ഗാവ് കൂടിയിട്ട് പെട്ടെന്ന് വരാം. ഇങ്ങനെ പെരുന്നാൾ ദിവസം രാവിലെ തന്നെ കുളിച്ചിറങ്ങി സുന്ദരിയായിട്ട് ഈദ്ഗാവിന് പോണ വൈബ് വേറെ തന്നെ അല്ലേ. ഈ ഒരു വൈബ് എല്ലാ ഗേൾസിനും കിട്ടാറുണ്ടോന്ന് എനിക്കറിയില്ല കേട്ടോ. ഞങ്ങൾക്ക് ചെറുപ്പം മുതലേ ഈ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. നിസ്കാരം കഴിഞ്ഞ് ഈ ഒരു മുട്ടായി കിട്ടിയ ഡബിൾ ഹാപ്പി. ഈ പ്രായത്തിലും ആ ഒരു മുട്ടായി വാങ്ങാൻ വേറെ വൈബ് തന്നെ. അങ്ങനെ ഈദ്ഗാവ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോവാണ്. ഇനി പെരുന്നാൾ ബിരിയാണി ഇതാ എല്ലാരും കൂടി ഒരുമിച്ച് കഴിക്കണം. ഈ ഒരു ചടങ്ങും ഇവിടെ ഒഴിവാക്കാറില്ല കേട്ടോ. ഇനിയിപ്പോ ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് എല്ലാവരും കൂടി പെരുന്നാൾ ഫോട്ടോസൊക്കെ എടുക്കാൻ. അപ്പോൾ അതിൻ്റെതായ നമ്മളെ കുട്ടി ടീംസൊക്കെ ഇവിടെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഗേൾസിന്റെ ഒരു ഫോട്ടോഷൂട്ട് അപാരതയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഇതാ ഇങ്ങനെ ഗ്രൂപ്പ് ഫോട്ടോസായി, പിന്നെ സിംഗിൾ ഫോട്ടോസായി, അങ്ങനെ കുറേ നേരം അങ്ങനെ എല്ലാവരുടെ ഫോട്ടോസും എടുത്തിട്ട് വേണം വേറെ വീടുകളിലൊക്കെ ഒന്ന് വിസിറ്റിങ്ങിന് ഇറങ്ങാൻ. സത്യം പറഞ്ഞാല് അതുവരെയുള്ള വീഡിയോസൊക്കെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തു. പിന്നെ അങ്ങോട്ട് വ്ളോഗിന്റെ കാര്യം തന്നെ ഞാൻ മറന്നുപോയി. ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു വീഡിയോ പോലും ഞാൻ എടുത്തിട്ടില്ല. ഞങ്ങൾ രണ്ടാളും ഈ പ്രാവശ്യത്തെ പെരുന്നാൾ ട്വിന്നിങ് ആയിട്ട് മഞ്ഞക്കിളികളായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരുമിച്ചൊക്കെ ഒരു ഫിറ്റ്സ് ഒക്കെ ചെയ്ത് ഇവിടുത്തെ പെരുന്നാളും കൂടി ഇനി അവിടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ പെരുന്നാൾ കൂടാൻ പോവാണ്. ഇതിപ്പോ 2ാം പെരുന്നാൾക്ക് ചെറിയൊരു ഫാമിലി വിസിറ്റിങ്ങിന് ഇറങ്ങാണ്. 1ാം പെരുന്നാൾക്ക് എത്താത്ത സ്ഥലത്തേക്കൊക്കെയാണ് കേട്ടോ ഇപ്പൊ പോകുന്നത്. അങ്ങനെ 2ാം പെരുന്നാൾക്ക് നാസിന്റെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോയി. കല്യാണം കഴിഞ്ഞതിന് ശേഷം സ്വന്തം വീട്ടിൽ പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റാത്ത കുറേ ഗേൾസ് ഉണ്ടാവും. അവർക്കൊന്നും ആഗ്രഹം ഇല്ലാഞ്ഞിട്ടായിരിക്കൂല, സാഹചര്യം അങ്ങനെ ആയിരിക്കും. പെരുന്നാൾ ഹസ്ബൻഡിന്റെ വീട്ടിൽ തന്നെ ആഘോഷിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇടയ്ക്കൊക്കെ സ്വന്തം പാരന്റ്സിനും സിബ്ലിങ്സിനും കൂടി പെരുന്നാൾ ആഘോഷിക്കാൻ ശ്രമിക്കുക. നമ്മളെ പാരന്റ്സിനും നമ്മളെ കൂടെ പെരുന്നാൾ ആഘോഷിക്കാൻ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടാവില്ല. നമ്മൾ പാരന്റ്സ് ഇല്ല കാലത്തെ നമുക്കും അതിനൊക്കെ സാധിക്കുള്ളൂ. അപ്പൊ പിന്നെ ഇടയ്ക്കൊക്കെ നമ്മളെ ആഗ്രഹങ്ങളും ഒന്ന് നടത്താൻ ശ്രമിക്കുക. അൽഹംദുലില്ലാ അങ്ങനെ ഈ പ്രാവശ്യത്തെ എന്റെ പെരുന്നാളും സന്തോഷത്തോടെ തന്നെ കഴിഞ്ഞു. പെരുന്നാളും തീർന്നതോടെ ദാ മഴക്കാലം തുടങ്ങി. പിന്നെ ജൂണായി, മഴയായി, സ്കൂൾ തുറക്കലായി, അങ്ങനെ ബിസിയായി. അടുത്ത ദിവസം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഷഫ്നേന്റെ കല്യാണമാണ്. അതിന് മുമ്പായിട്ടുള്ള ഒരു വെഡിങ് പ്രിപ്പറേഷൻ ആണ് ഈ കാണുന്നത്. കാര്യമായിട്ട് വലിയ പ്രിപ്പറേഷൻസ് ഒന്നും ഇല്ലെങ്കിലും കുറച്ച് മൈലാഞ്ചി ഇടാൻ വലിയൊരാഗ്രഹം. ഞാനാണെങ്കിൽ മെഹന്തി ഇടാൻ പഠിച്ചു വരുന്ന ഒരു ചെറിയൊരു ആർട്ടിസ്റ്റ് എന്ന് പറയാൻ പറ്റൂലെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൈലാഞ്ചി ഇടാൻ. അങ്ങനെ അടുത്ത ദിവസം ഷഫ്നേന്റെ കല്യാണത്തിനായിട്ട് പോകാൻ ഒരുങ്ങുകയാണ്. ഈ ഒരു റെഡ് അനാർക്കിലാണ് ഞാൻ ഇന്ന് കല്യാണത്തിന് ഇടാൻ പോകുന്നത്. സൗദിയിലായപ്പം ഇങ്ങനത്തെ പാർട്ടി വെയർ ആയ ഡ്രസ്സസ് ഒന്നും ഇടാൻ പറ്റാതെ ഇങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സസ് ഒക്കെ ഇടാൻ ഭയങ്കര ക്രേവിങ്സ് ചെയ്യുന്നു എനിക്ക്. അങ്ങനെ നാട്ടിലെത്തിയപ്പം എൻ്റെ
ക്രേവിങ് പീക്ക് ലെവലായ കസ്റ്റമൈസ് ചെയ്ത ഒരു അനാർക്കലിയാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് ഈ ഒരു കുപ്പിവളകള്. ഈ ഒരു അനാർക്കലിന്റെ കളറ് ഞാൻ ആഗ്രഹിച്ചതല്ലെങ്കിലും ഇട്ട് വന്നപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ കുറച്ചു നേരം ഡ്രസ്സിന്റെ ഭംഗിയൊക്കെ ഒന്ന് നോക്കിയിരുന്നു. ഇനിയിപ്പോ കല്യാണത്തിന് പോണ്ടേ, അപ്പം എന്റെ ഡ്രസ്സും ഈ ലുക്കും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ഇനിയിപ്പം ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും അതും കമന്റ് ചെയ്യാം. നിങ്ങളൊക്കെ കമന്റ്സ് കാണുമ്പോഴേ ഇനിയും വീഡിയോസ് ഇടാൻ എനിക്കൊരു ഇൻട്രസ്റ്റ് ഒക്കെ വരും. ഞങ്ങളെ ഫ്രണ്ട്സ് ഗ്യാങ്ങിലെ അവസാനത്തെ കല്യാണമാണ് കേട്ടോ ഇത്. മാസങ്ങൾക്ക് മുമ്പേ ഈ ഒരു ഫംഗ്ഷന് കൂടാനുള്ള എക്സൈറ്റ്മെന്റിലായിരുന്നു കേട്ടോ. അങ്ങനെ അവസാനത ഓളുടെ കല്യാണമായി. ഇനി കുറച്ച് കല്യാണ വിശേഷങ്ങളൊന്ന് കണ്ടാലോ. കല്യാണമൊക്കെ കണ്ടിരുന്ന് ഞങ്ങൾ ഗേൾസ് ഗ്യാങ്ങിന്റെ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത്. ഓരോ ചുളിവില് സൈഡിലിതാ ഓരോ ഫ്യൂച്ചർ കല്യാണം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് ക്യൂട്ടായിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കല്യാണമൊക്കെ ഏകദേശം കഴിഞ്ഞ് ഞങ്ങളെ ഗേളി ഫോട്ടോഷൂട്ടൊക്കെ ഇറങ്ങിയിരിക്കണം. ആണ്ടിലൊരിക്കലേ ഇങ്ങനെ ഒന്ന് നേരിട്ട് കാണുള്ളൂ. അപ്പൊ പിന്നെ മാക്സിമം ഫോട്ടോസും വീഡിയോസും എടുത്ത് മുതലാക്കും ഞങ്ങള്. ഒരു കഫേ ഡേറ്റിന് പോകാനില്ല ഗെറ്റ് റെഡിയിലാണ് കേട്ടോ ഞാൻ. ഇന്നൊരു കോസി ലുക്കിലാണ് കേട്ടോ ഞാൻ റെഡി ആകാൻ പോകുന്നത്. ഒരു കഫേ ഡേറ്റ് ആയതുകൊണ്ട് തന്നെ അബായ ഇടാനാണ് എനിക്ക് മൂഡ് വന്നത്. അപ്പൊ പിന്നെ ഒരു ഹിജാബി ലുക്ക് എന്നെ പിടിച്ചു. സംഗതി മഴയാണ് നനയും എന്നൊക്കെ ഉണ്ടെങ്കിലും സ്റ്റൈലിന് ഒരു കോംപ്രമൈസും ഇല്ല. എന്നെ പോലെ എപ്പോഴും ഇങ്ങനെ ഒരുങ്ങി കിട്ടി നടക്കാൻ ഇഷ്ടമല്ലോലുണ്ടോ? എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് നല്ലപോലെ ഒരുങ്ങി നടക്കാൻ. ഞാൻ എപ്പോഴൊന്നും ഇങ്ങനെ പുറത്തു പോകാറില്ല. അപ്പൊ പിന്നെ പോകുമ്പോൾ നല്ല പോലെ തന്നെ ഒരുങ്ങിയിട്ട് പോകും. ഇന്നിപ്പോൾ കോട്ടക്കലാണ് ഡെസ്റ്റിനേഷൻ. കാര്യമായിട്ട് പ്ലാനിങ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു കഫേ ഡേറ്റ്. ഇങ്ങനെ ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങല് വളരെ കുറവാണ് ഞാൻ. ബിക്കോസ് ഞാനൊരു ഹോംലി ഗേൾ ആണ്. ഇങ്ങനെ പുറത്തു കൂടെ വെറുതെ കറങ്ങി നടക്കുന്നതിൽ എനിക്ക് വലിയ താല്പര്യമില്ല. ഇന്നിപ്പോൾ ഞാൻ ഒരു എസ്തെറ്റിക് വൈബാണ് പിടിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡേ കംപ്ലീറ്റ് ഒരു എസ്തെറ്റിക് ബ്ലോഗാണ്. കൂട്ടത്തിൽ ഈ ഒരു കഫേയും ഞങ്ങൾ എസ്തെറ്റിക്കിന് മാച്ച് ആയിട്ട് തന്നെ കിട്ടി. അപ്പൊ പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ചില്ലാക്കാന്ന് കരുതി. അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ കംപ്ലീറ്റ് ആവും. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ എന്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. ബൈ.